നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കിടക്കൽ. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ 3 ജില്ലകൾ റെഡ് അലർട്ടും 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് അവധി. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ദേവസ്വം ബോർഡ് അധികൃതർക്കെതിരെ പരാമർശങ്ങളുണ്ടെന്ന് സൂചന. ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് പിടിച്ചെടുക്കാനും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നു. കട്ടളയിലും ദ്വാരപാലക ശില്പത്തിലും മാത്രമായി അന്വേഷണം ഒതുങ്ങരുതെന്നും എല്ലാവരുടെ പങ്ക് അന്വേഷിക്കണമെന്നും പ്രത്യേക അന്വേഷണ സംഘത്തോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംഘടിത കൊള്ള തന്നെയാണ് ശബരിമലയിൽ നടന്നതെന്നാണ് ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം തട്ടിയെടുത്തിട്ടും തിരികെ എടുക്കാൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചില്ലെന്ന് വിലയിരുത്തി ഹൈക്കോടതി. കട്ടളിൽ നിന്ന് 409 ഗ്രാം സ്വർണം ഉരുക്കിയെടുക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയെന്നും കോടതിയുടെ നിരീക്ഷണത്തിൽ പറയുന്നു. കൊണ്ടുപോയ ദ്വാരപാലക ശില്പം തന്നെയാണോ തിരികെ കൊണ്ടുവന്നതെന്ന കാര്യത്തിലും കോടതിക്ക് സംശയമുണ്ട്. കേസിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കാനും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമല ദർശനം ഉൾപ്പെടെ 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലെത്തി. ദില്ലിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിയ രാഷ്ട്രപതി രാജ്ഭവനിലാണ് താമസിക്കുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിൽ എത്തിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. ഇന്ന് രാവിലെ 9:20 കൂടി തിരുവനന്തപുരത്തും ശബരിമലയിലേക്ക് രാഷ്ട്രപതി യാത്ര തിരിക്കുമെന്നാണ് വിവരം. 4 ദിവസത്തെ കേരള സന്ദർശനത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആശങ്ക അറിയിച്ചു BJP സംഘം. പുനഃസംഘടന ചൊല്ലിയുള്ള അതൃപ്തികളുടെ നാളെ ചേരാൻ നിശ്ചയിച്ചിരുന്ന KPC യോഗം മാറ്റി. പുതിയ KPC ഭാരവാഹികളുടെയും DCC പ്രസിഡന്റുമാരുടെയും യോഗമാണ് മാറ്റിയത്. കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണത്തിനെതിരായ പ്രതിഷേധത്തിനിടെ സംഘർഷത്തിനിടെ ഫ്രഷ് കട്ട് ഫാക്ടറിക്ക് തീയിട്ടു. സംഘർഷത്തിൽ റൂറൽ SP ബൈജു, താമരശ്ശേരി SHO എന്നിവരടക്കം 16ഓളം പോലീസുകാർക്കും 27 നാട്ടുകാർക്കും പരിക്കേറ്റു. താമരശ്ശേരി അമ്പായത്തോടയിൽ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന് ആവശ്യമായി നടത്തിയ പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തെ തുടർന്ന് താമരശ്ശേരി, ഓമശ്ശേരി, കോടഞ്ചേരി, കൊടുവള്ളി ഭാഗങ്ങളിലെ 11 വാർഡുകൾ ഇന്ന് ഹർത്താൽ ആചരിക്കുന്നു. താമരശ്ശേരി ഫ്രഷ് കട്ടിന് മുന്നിൽ നടന്ന ആസൂത്രണ ആക്രമണമെന്ന് കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര. സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കി നടത്തിയ ആസൂത്രണ ആക്രമണമാണ് ഫ്രഷ് കട്ടിന് മുന്നിൽ നടന്നതെന്നും ആക്രമണത്തിന് പിന്നിൽ ചില തൽപര കക്ഷികളാണെന്നും ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും DIG വ്യക്തമാക്കി. ആയിരക്കണക്കിന് ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് ഭീഷണിയായ എല്ലാ നിയമവും കാറ്റിൽ പറത്തി പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറവ് മാലിന്യത്തിന് കേന്ദ്രത്തിനെതിരായ പ്രതിഷേധം അടിച്ചമർത്തലിന് പ്രതിഷേധാർഹമാണെന്നും ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമാധാനത്തോടെ അമ്പായത്തോട്ടെ ഫ്രഷ് കട്ടിന് മുന്നിൽ സമരം ചെയ്തവരെ ക്രൂരമായി നേരിട്ടവർ മറുപടി പറയേണ്ടി വരുമെന്നും കൊടുവള്ളി MLA ഡോക്ടർ MK മുനീർ. സംസ്ഥാന അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ 3 ജില്ലകൾ റെഡ് അലർട്ടും 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു. കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മലയോര മേഖലയിലുള്ള രാത്രി യാത്ര നിരോധിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 7 മുതൽ മറ്റന്നാൾ രാവിലെ 6 വരെയാണ് നിരോധനം. ജില്ലയിൽ നടക്കുന്ന കർണ പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും നിരോധിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ധനമന്ത്രി KN ബാലഗോപാൽ കായികമേള ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയനും മന്ത്രി V ശിവൻകുട്ടിയും ചേർന്ന് ദീപശിഖ തെളിയിച്ചു. കായികമേളയിൽ തീം സോങ്ങും അവതരിപ്പിച്ചു. സ്കൂൾ കായികമേളയിൽ തീം സോങ് അവതരിപ്പിക്കുന്നത് ആദ്യമായാണ്. കായികമേളയിൽ നടന്ന പാർച്ച് ഫാസ്റ്റിൽ കോഴിക്കോട് ജില്ലയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചു. വയനാടിന് 2ാം സ്ഥാനവും കണ്ണൂരിന് 3ാം സ്ഥാനവും ലഭിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടക്കേണ്ട മത്സരങ്ങൾ ഇൻക്ലൂസീവ് ക്രിക്കറ്റ് വെള്ളായണി കാർഷിക കോളേജ് ഗ്രൗണ്ടിലേക്ക് മാറ്റി. ജില്ലയിൽ കനത്ത മഴ തുടർന്ന സാഹചര്യത്തിലാണ് മത്സരങ്ങൾ മാറ്റിയത്. പെൺകുട്ടികളുടെ ക്രിക്കറ്റ് മത്സരം തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഗ്രൗണ്ടിലേക്കും മാറ്റിയിട്ടുണ്ട്. PM ശ്രീ സ്കൂൾ പദ്ധതി നടപ്പാക്കുന്ന സംബന്ധിച്ച് LDFിൽ തർക്കം തുടരുന്നതിനിടെ CPI അവഗണിക്കില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. സമുദായത്തോട് രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന അനീതി തിരിച്ചറിയാനും തിരിച്ചു കുത്താനും കാത്തോലിക്ക സഭയ്ക്ക് അറിയാമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. പട്ടികവർഗ വിഭാഗക്കാരനായ പോലീസ് ട്രെയിനിയെ പേരൂർക്കട SAP ക്യാമ്പിലെ ബാരക്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് എന്ന അമ്മയുടെ പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തി 4 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. കൊല്ലത്ത് നാടകം അവതരിപ്പിക്കുന്നതിനിടെ നടൻ വേദിയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ആലപ്പുഴ ചമ്പക്കുളം സ്വദേശിയായ PR ലഗേഷാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. കൊല്ലം അഞ്ചാലുമുട്ടിൽ നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലഗേഷ് വേദിയിൽ കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പയ്യന്നൂരിലെ DYFI നേതാവ്
CV തൻരാജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രം കോടതി നടപടികൾക്കിടയിൽ പകർത്തിയതിന് പയ്യന്നൂർ നഗരസഭ മുൻ വൈസ് ചെയർമാനും CPM വനിതാ നേതാവുമായ KP ജ്യോതിക്കെതിരെ നടപടി. കോടതി വരാന്തയിൽ നിന്ന് ജനൽ ചില്ലുകൾക്കിടയിലൂടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പ്രതികളുടെ ചിത്രം പകർത്താൻ ശ്രമിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഫോൺ കസ്റ്റഡിയിലെടുക്കാൻ കോടതി ആവശ്യപ്പെടുകയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയക്കാർക്ക് ധാർഷ്ട്യമുണ്ടെന്നും അതിവിടെ കാണിക്കരുതെന്നും തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KN പ്രശാന്ത് പറഞ്ഞു. കോടതി മുറിയിൽ പ്രതികളുടെ ഫോട്ടോ എടുത്ത സംഭവത്തിൽ CPM വനിതാ നേതാവ് ജ്യോതി മാപ്പപേക്ഷ എഴുതി നൽകും. വിഷയത്തിൽ CPM വനിതാ നേതാവ് ജ്യോതിയെ കോടതി താക്കീത് ചെയ്തു. താക്കീത് നൽകിയതിനൊപ്പം 5 മണിവരെ കോടതിയിൽ നിൽക്കാനും 1000 രൂപയും പിഴയും അടയ്ക്കാനും കോടതി ഉത്തരവിട്ടു. പാർട്ടി അച്ചടക്കം ലംഘിച്ച് പരസ്യപ്രസ്ഥാനം നടത്തിയതിന് CPM പുറത്താക്കിയ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫ്രോക്സ് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യത്തിൽ ജിയോ ഫോക്സ് പാർട്ടി അംഗത്വം സ്വീകരിച്ചു. കൊല്ലത്ത് അമിതമായി അയൺ ഗുളികൾ കഴിച്ച കുട്ടികൾക്ക് ദേഹാവസ്ഥ. മൈനാഗപ്പള്ളി മിലാദ ഷെരീഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത്. സംഭവത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യവകുപ്പിൽ നിന്നും നൽകിയ അയൺ ഗുളികൾ കുട്ടികൾ മത്സരിച്ച് കഴിക്കുകയായിരുന്നു. കുട്ടികളുടെ നില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചു. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ DJ പാർട്ടിയുടെ ഗുണ്ടകൾ തമ്മിലടിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് പോലീസ്. ഹോട്ടലിലും നടുറോഡിലും കൂട്ടടി ഉണ്ടായിട്ടും ആരും പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. സംഘടന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ റോഡിൽ തമ്മിലടിച്ചതിന് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ന്യൂ മുംബൈ വാഷിയിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ ഇന്നലെ അർദ്ധരാത്രിയുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച 3 പേർ തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശികൾ. 3 മലയാളികളടക്കം 4 പേരാണ് തീപിടുത്തത്തിൽ മരിച്ചത്. ഷോർട്ട് സർക്യൂട്ട് തീപിടുത്തമാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തെക്കുറിച്ച് മഹാരാഷ്ട്ര പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി. ഇടുക്കി ഗവൺമെൻറ് കോളേജിലെ അസൗകര്യങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെ ഇടുക്കി CPM ജില്ലാ സെക്രട്ടറി CU വർഗീസ് ഭീഷണിപ്പെടുത്തിയായി ആരോപണം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ പ്രഖ്യാപിച്ച് PV അൻവർ. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയ തൽക്കാലം പ്രതിസന്ധിയാകില്ല. ഉപകരണങ്ങളുടെ കുടിശ്ശിക തീർക്കാൻ സർക്കാരിന് 10 ദിവസം കൂടി വിതരണക്കാർ സമയം നൽകിയിട്ടുണ്ട്. ഇതോടെ താൽക്കാലിക ആശ്വാസം ആയിരിക്കുകയാണ്. ഉപകരണങ്ങൾ തിരിച്ചെടുക്കരുത് എന്ന ആശുപത്രി അധികൃതരുടെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയാണ് വിതരണക്കാരുടെ തീരുമാനം. മലക്കപ്പാറയിലേക്കുള്ള KSRTC ബസ്സിന് നേരെയുള്ള ആതിരപ്പള്ളിയിൽ കാട്ടുകൊമ്പൻ കബാലിയുടെ പരാക്രമം. ഇന്നലെ രാത്രിയാണ് കബാലി പരാക്രമം കാണിച്ചത്. കബാലിയുടെ ആക്രമണത്തിൽ ബസ്സിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ യാത്രക്കാർക്ക് പരിക്കില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് കബാലിയെ റോഡിൽ നിന്ന് നീക്കിയത്. കേരളത്തിലെ കാട്ടാനകളിൽ സൂപ്പർ സ്റ്റാറായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വീണ്ടും റെക്കോർഡ് ഏക്കുക. അക്കിക്കാവ് പൂരത്തിലെ കൊങ്ങണ്ണൂർ ദേശം പൂരഘോഷ കമ്മിറ്റി പകൽപൂര എഴുന്നള്ളിപ്പിന് മാത്രം ആനയെ ഏക്കത്തിനടുത്ത് 13.50 ലക്ഷം രൂപയ്ക്കാണ്. തമിഴ്നാട് കനത്ത മഴയെ തുടർന്ന് 8 ജില്ലകളിലെ വിദ്യാഭ്യാസ കൂടി അവധി പ്രഖ്യാപിച്ചു. കർണാടകയിലെ ചിത്രദുർഗിൽ 9 വയസ്സുകാരൻ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചതിൽ നടപടി. വിദ്യാർത്ഥിയെ മർദ്ദിച്ച പ്രധാന അധ്യാപകനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്. ദീപാവലി ബോണസ് നിഷേധിച്ചതിനെ തുടർന്ന് ടോൾ പ്ലാസ ജീവനക്കാർ പ്രവേശിച്ചതോടെ കനത്ത നഷ്ടം. തൊഴിലാളികൾ സമരം ചെയ്യുകയും ഗേറ്റുകൾ തുറന്നിടുകയും ചെയ്തതോടെ ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേദിയിലെ ഫത്തേഹാബാദ് ടോൾ പ്ലാസയിലൂടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ സൗജന്യമായി കടന്നുപോയി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ 2 ആഴ്ച മാത്രം ശേഷിക്കെ സീറ്റ് വിഭജനത്തിൽ തീരുമാനമാകാതെ മഹാഗഠബന്ധൻ. കൊൽക്കത്തയിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്തെന്ന കേസിലെ പ്രതിയായ സഞ്ജയ് റോയിയുടെ അനന്തരവളായ 11 വയസ്സുകാരി സുരഞ്ജന സിംഗിനെ ദുരൂഹ സാഹചര്യ മരുന്നിൽ കണ്ടെത്തി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.